ജീവിതത്തിൽ നമുക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. എനിക്കുമുണ്ടൊരു സ്വപ്നം, AFMC. രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും കാവലാകണം. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലൂടെ ഞാൻ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കും. നമ്മുടെ സ്വപ്നങ്ങളെ റിയാലിറ്റിയിലെത്തിക്കാൻ, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നിടത്ത് തന്നെ നമ്മൾ എത്തിപ്പെടണം. AFMC എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരുപാട് മലയാളി വിദ്യാർത്ഥികളുടെ സ്വപ്നം നേടിക്കൊടുത്ത ബ്രില്യൻ സ്റ്റഡി സെന്ററിലാണ് ഞാനും എത്തിച്ചേർന്നത്. ഒരു വർഷക്കാലം ഞാൻ ആത്മാർത്ഥമായി ബ്രില്യന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പഠിക്കുന്നു. ഹൃദയത്തിൽ രാജ്യസ്നേഹവും കയ്യിൽ സ്റ്റെതസ്കോപ്പുമായി നിരവധി മലയാളികൾ AFMC എന്ന ലക്ഷ്യം ബ്രില്യന്റിൽ നിന്ന് സ്വപ്നം കണ്ടു തുടങ്ങി. ബ്രില്യന്റിലെ ഓരോ ദിവസവും എന്നെ കൂടുതൽ കരുത്തനാക്കുന്നു. വെറുമൊരു ഡോക്ടറല്ല, ധീരനായ ഒരു സൈനിക ഡോക്ടർ. രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകാൻ പോലും മടിയില്ലാത്ത ഇന്ത്യയിലെ ഓരോ പൗരനെയും നെഞ്ചിലേറ്റുന്ന ഒരു ആർമി ഡോക്ടർ. And finally, I have made my dream of AFMC come to reality. ഇന്ന് ഞാൻ AFMCയിലാണ്. രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് കാവലാകണമെന്ന തിരിച്ചറിവോടെ ഞാനിപ്പോൾ AFMCയിലെ ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിയാണ്. ഫസ്റ്റ് ഇയറിൽ എന്നോടൊപ്പം നിരവധി മലയാളി വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാം ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ വിദ്യാർത്ഥികളുമാണ്. യെസ്, we have our own Malu battalion from Brilliant. ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞൊരു റിയാലിറ്റി ഉണ്ട്. കേരളത്തിൽ നിന്നും AFMC എന്നെ പോലെ സ്വപ്നം കണ്ട ഒരുപാട് മലയാളികൾ ഇവിടെയുമുണ്ട്. എൻ്റെ സീനിയേഴ്സ്, ഇവിടെ വലിയ വലിയ പദവികളിൽ ഇടം പിടിച്ചവർ, അവരെല്ലാം എത്തിച്ചേർന്നത് എൻട്രൻസ് രംഗത്തെ രാജ്യമെങ്ങും ശ്രദ്ധ നേടിയ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നുമാണ്. AFMC എന്ന സ്വപ്നം നേടി നിൽക്കുന്ന ഞങ്ങൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളെ സ്വപ്നം കാണാനല്ല, സ്വപ്നം നേടിയെടുക്കാൻ പഠിപ്പിച്ച സ്ഥാപനത്തിലെ ഞങ്ങളുടെ സ്വന്തം ബ്രില്യൻ ഫാമിലിയെ പൂനെയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഉയർന്ന പദവിയിലേക്ക് എത്തി എന്നറിയുമ്പോൾ നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതേ സന്തോഷത്തോടു കൂടിയാണ് ബ്രില്യൻ ഫാമിലി ഇന്ന് ഞങ്ങളെ കാണാൻ എത്തിയിരിക്കുന്നത്. ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം നിറഞ്ഞ നിമിഷമാണ്. നമ്മുടെ രാജ്യത്തിനും സൈനികർക്കും വേണ്ടി ജീവിക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അവരിൽ ഒരാളാവാൻ ധീരമായ മനസ്സോടെ AFMCയിലേക്ക് എത്തിയിരിക്കുന്ന ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓർക്കണം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും 25 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് 2024 660 മാർക്കിന് മുകളിൽ നേടിയ 1600 വിദ്യാർത്ഥികളെയാണ് AFMCയിലേക്ക് ആദ്യ റൗണ്ടിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ, ഫിസിക്കൽ ടെസ്റ്റ് എന്നിവയ്ക്ക് ശേഷമാണ് AFMCയിലെ ആകെയുള്ള 145 സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികളെ ഫൈനൽ ചെയ്യുന്നത്. അതിൽ 110 ആൺകുട്ടികളും 35 പെൺകുട്ടികളുമാണ്. ഫസ്റ്റ് ഇയറിലെ മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം എടുത്താൽ നിങ്ങൾക്ക് കാണാം, അതിൽ 95% മലയാളി വിദ്യാർത്ഥികളും ബ്രില്യൻ സ്റ്റഡി സെന്ററിന് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. ഇനി ഫസ്റ്റ് ഇയറിലെ മറ്റൊരു ഹൈലൈറ്റിംഗ് പോയിന്റ് കൂടി പറയാം. 35 സീറ്റുകളാണ് AFMCയിലെ ഫസ്റ്റ് ഇയേഴ്സിൽ പെൺകുട്ടികൾക്കുള്ളത്. അതിൽ 10 സീറ്റുകൾ നേടിയ പെൺകുട്ടികൾ കേരളത്തിൽ നിന്നുള്ളവരാണ്, ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നുള്ളവരാണ്. ഫസ്റ്റ് ഇയർ മലു ബറ്റാലിയൻ ബ്രില്യന്റിനെ വരവേറ്റത് AFMC പൂനെയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ് ഗാർഡനിൽ നിന്നാണ്. ഫ്രണ്ട്ഷിപ്പ് ഗാർഡൻ എന്ന പേരിനെ അന്വർത്ഥമാക്കും വിധമാണ് AFMCയിലെ മല്ലു ബറ്റാലിയനിടെയുള്ള ബോണ്ടിംഗ്.
ഒരേ ലക്ഷ്യവുമായി ഒരേ മനസ്സോടെ അവർ കടന്നു വന്നത് ലക്ഷക്കണക്കിന് മക്കളുടെ ലക്ഷ്യം നേടിക്കൊടുത്ത ബ്രില്യൻ സ്റ്റഡി സെന്റർ ആണെന്ന് ഓർക്കുമ്പോൾ ഇന്ന് ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ഒരുപാട് ഹാപ്പിയാണെന്നുള്ളത് ഏറ്റവും പ്രധാന വസ്തുത. ബ്രില്യന്റിലെ വിദ്യാർത്ഥികളെല്ലാം എപ്പോഴും ട്രെൻഡ് സെറ്റേഴ്സ് ആണ്. അതിപ്പോ എയിംസിലായാലും AFMCയിലായാലും റാങ്കിന്റെ കാര്യം. പിന്നീട് വിദ്യാർത്ഥികളെല്ലാം കൂടി ബ്രില്യൻ ഫാമിലിയെ AFMC മെഡിക്കൽ കോളേജിന്റെ ഏതാനും പ്രധാന ഭാഗങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് ബ്രില്യൻ ടീം എത്തി നിൽക്കുന്നത് ഇന്ത്യൻ സായുധ സേനയുടെ ഫ്യൂച്ചർ ഡോക്ടർമാർക്ക് രാജ്യത്ത് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മെഡിക്കൽ വിദ്യാഭ്യാസം ലഭിക്കുന്ന ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെയുടെ കവാടത്തിന് മുന്നിലാണ്. രാജ്യത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും നെഞ്ചിലേറ്റിയ നൂറുകണക്കിന് മലയാളി AFMC സ്റ്റുഡൻസിന് ബ്രില്യന്റിന് അവകാശപ്പെടാനുണ്ട്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്യാമ്പസ് ആണ്. വളരെ അച്ചടക്കമുള്ളതാണ് AFMC ഡോക്ടർമാരുടെ ജീവിതമെന്ന് നമ്മൾ കേട്ടിട്ടില്ല. അത്തരത്തിൽ വളരെ നിശബ്ദമാണ് AFMC ക്യാമ്പസിന്റെ ഓരോ വഴികളും ഇടനാഴികളും. ഇവിടേക്ക് എത്തുന്ന ഓരോ വിദ്യാർത്ഥികളും ആർമി ഫോഴ്സിന്റെ കാവലിൽ സുരക്ഷിതരാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ വിവരണാതീതമായ സ്ഥാനമലങ്കരിക്കുന്ന വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കുമൊപ്പം ഇന്ത്യയുടെ യുദ്ധവീരഗാഥകളിൽ ഇടം പിടിച്ച ചരിത്രശേഷിപ്പുകൾ AFMCക്കുള്ളിൽ ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. അതെല്ലാം AFMC മെഡിക്കൽ കോളേജിലെ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. MiG-27 വേരിയബിൾ സ്വീപ്പ് ചിറകുകളുള്ള ഗ്രൗണ്ട് അറ്റാക്ക് വിമാനമാണിത്. ബഹാദൂർ എന്നൊരു പേര് കൂടിയുണ്ട് MiG-27. 1985 മുതൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗമാണിത്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഈ വിമാനം മികച്ച പ്രകടനം നടത്തിയതിനെ തുടർന്നാണ് ബഹാദൂർ എന്ന ഒരു പേര് ഇതിന് ലഭിക്കുന്നത്. Mi-17 V5 ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള ആർമി ഹെലികോപ്റ്റർ. ആയുധവിന്യാസം, നിരവധി സൈനിക നീക്കങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം Mi-17 V5 പങ്കാളിയായിട്ടുണ്ട്. ഓസ ക്ലാസ് മിസൈൽ ബോംബ് 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ നിർണായക പങ്കുവഹിച്ചു. കറാച്ചി തുറമുഖത്തിൽ പാകിസ്ഥാൻ നാവികസേനയെ ഇന്ത്യൻ സേന ഏറ്റുമുട്ടി വിജയിച്ചതിനു പിന്നിൽ ചമാക് ക്ലാസ് എന്ന് വിളിപ്പേരുള്ള ഈ മിസൈൽ ബോട്ടിന് വലിയ പങ്കുണ്ട്. വിജയന്ത ടാങ്ക് ഇന്ത്യൻ കരസേനയുടെ ഒരു പ്രധാന പടയോട്ട ടാങ്ക്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പ്രധാന യുദ്ധ ടാങ്ക്. വിജയന്ത എന്നാൽ വിജയിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഇന്ത്യ പാക് യുദ്ധത്തിലും കാർഗിൽ യുദ്ധത്തിലും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പോലുള്ള സൈനിക നീക്കങ്ങളിലെല്ലാം പങ്കാളിയായിരുന്നു ഈ ബീരങ്കി. ബ്രില്യന്റിൽ നിന്ന് AFMCയിലെത്തി സൈനിക ഡോക്ടറായ ആയിരക്കണക്കിന് മലയാളി വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാം അവരുടെ MBBS കാലഘട്ടത്തിൽ കാത്തിരുന്ന ഒരു ദിവസമുണ്ട്, പാസിംഗ് ഔട്ട് പരേഡ്. ക്യാപ്റ്റൻ ദേവാശിഷ് ശർമ്മ കീർത്തി ചക്ര പരേഡ് ഗ്രൗണ്ടിൽ വെച്ചാണ് പാസിംഗ് ഔട്ട് പരേഡ് നടത്തപ്പെടുന്നത്. ഈ അഭിമാന നിമിഷത്തിൽ AFMCയിലെ ഓരോ ഡോക്ടർമാരും അണിയുന്നത് ഔദ്യോഗിക സൈനിക യൂണിഫോമാണ്. AFMCയിൽ നിന്നും ഡോക്ടർ പദവിയിലെത്തുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണത്. ആ ഗ്രൗണ്ടിനെ വലയം വെച്ചിരിക്കുന്ന ഭിത്തികളിലെല്ലാം ഓരോ വർഷങ്ങളിലും പഠിച്ചിറങ്ങിയ സൈനിക ഡോക്ടേഴ്സിന്റെ പേരാണ് നമുക്ക് കാണാൻ സാധിക്കുക. ബ്രില്യന്റിന് അഭിമാനിക്കാം. കാരണം 1984 ആരംഭിച്ച ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ AFMCയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൽ പതിഞ്ഞിരിക്കുന്ന ഓരോ മലയാളി ഓഫീസേഴ്സിന്റെയും ജീവിതത്തിൽ ബ്രില്യൻ സ്റ്റഡി സെന്ററുമുണ്ട്. AFMC പൂനെയിലെ ക്യാമ്പസിന്റെ വിവിധ കാഴ്ചകൾ കണ്ട് AFMCയിലെ വിദ്യാർത്ഥികൾ ബ്രില്യൻ ടീമിനെ AFMC ക്യാമ്പസിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അറ്റ്ലാന്റിസ് പാർട്ടി ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പൂനെയിലെ അറ്റ്ലാന്റിസ് ഹോട്ടലിന്റെ മുന്നിൽ വെച്ച ഫ്യൂച്ചർ മല്ലു ഡോക്ടർ ബറ്റാലിയൻസിന്റെ ഒരു കിടിലൻ വരവുണ്ടായിരുന്നു.
From brilliant to ലക്ഷക്കണക്കിന് നീറ്റ് ആസ്പിറന്റ്സിന്റെ സ്വപ്നഭൂമി AFMC പൂനെ. ബ്രില്യന്റിൽ പഠിച്ച് അവിടെ അഡ്മിഷൻ നേടിയിരിക്കുന്ന മലയാളി വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീറ്റിലൂടെ മലയാളി വിദ്യാർത്ഥികളെ AFMC എന്ന സ്വപ്ന നേട്ടത്തിലെത്തിച്ച ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ഏറ്റവും ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ക്യാമ്പസിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് 150-ൽ പരം മലയാളി വിദ്യാർത്ഥികളെയാണ് ബ്രില്യൻ സ്റ്റഡി സെന്ററിലൂടെ അവരുടെ സ്വപ്ന തീരത്തിലേക്ക് നമ്മൾക്ക് എത്തിക്കാനായിരിക്കുന്നത്. അങ്ങനെ ബ്രില്യന്റിനൊപ്പം എല്ലാ മലയാളികൾക്കും ഈ ചരിത്ര നേട്ടത്തിൽ അഭിമാനിക്കാവുന്നതാണ്. We are AFMC and we are brilliant. We are AFMC and we are brilliant. അവിടെ നിന്നും ആവേശോജ്വലമായ സ്വാഗതം തന്നാണ് ബ്രില്യൻ ടീമിനെ വേദിയിലേക്ക് സ്വീകരിച്ചത്. ബ്രില്യൻ ഫാമിലിയെ പ്രതിനിധീകരിച്ച ശിവൻ സാർ വിദ്യാർത്ഥികളോട് സംസാരിച്ചു. പിന്നീട് വിദ്യാർത്ഥികളെല്ലാം അവരുടെ AFMC ലൈഫിനെ കുറിച്ചും ബ്രില്യൻ ലൈഫിനെ കുറിച്ചും മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. നമസ്കാരം, ഞാൻ ആതിര, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ബ്രില്യൻറ്റിലെ റെസിഡൻഷ്യൽ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. സെയിൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ബ്രില്യൻ്റെ കോവിഡ് ടൈമിലായിരുന്നു എൻ്റെ പഠനം. സോ ആ ടൈമിൽ ബ്രില്യൻ്റ് ഒരുപാട് ഓൺലൈൻ എക്സാംസ് നടത്തിയിരുന്നു. ഞങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് ബ്രില്യൻ്റ് എപ്പോഴും ചെക്ക് ചെയ്യുമായിരുന്നു. ഓൺലൈൻ എക്സാംസ് നടത്തി, അതിൻ്റെ റിസൾട്ട് അനാലിസിസ് നടത്തി. ശിവൻ സാർ കറക്റ്റ് ടൈമിൽ വീഡിയോസൊക്കെ ഇട്ട് ഞങ്ങൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിന് ശിവൻ സാറിന് വലിയൊരു താങ്ക്സ്. പിന്നെ അതുപോലെ AFMCയുടെ കാര്യം വരുമ്പോൾ ഗേൾസിന് ഇത്രയും സേഫ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ AFMCയുടെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗേൾസ് ബോയ്സ് എന്നൊരു വേർതിരിവ് ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു കാര്യത്തിലും ഗേൾസിനും ബോയ്സിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും പറഞ്ഞു തരാൻ മനസ്സുള്ള നല്ലൊരു ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനും AFMC ഹെൽപ്ഫുൾ ആണ് നമുക്ക് വേണ്ടിയിട്ട്. എൻ്റെ പേര് രഘുപതി, ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. അപ്പം ഞാൻ അവിടെ കൊല്ലം സെൻറ്ററിൽ ഒരു 1 ഇയർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി AFMC തന്നെ ആയിരുന്നു എൻ്റെ ഡ്രീം കോളേജ് എന്ന് പറയുന്നത്. കാര്യം ഇപ്പോൾ സെലിൻ മാം പറഞ്ഞ പോലെ തന്നെ ആകാം, ഞാൻ ഫസ്റ്റ് ബ്രില്യൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി ഒരു ബ്രോഷർ നമുക്ക് വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പേജ് നമ്പർ 14 അത് AFMCയെ കുറിച്ചായിരുന്നു. ബട്ട് ആക്ച്വലി അതിനുശേഷം എനിക്ക് മുന്നോട്ട് പോകേണ്ടി വരില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഫസ്റ്റ് എൻ്റെ എക്സ്പോഷർ AFMC ആയിട്ട് ആ ഒരു പേജ് ബ്രില്യൻ്റെ ആ ഒരു ബ്രോഷറായിരുന്നു. സോ അതിനുശേഷം ഞാൻ AFMCയെ കുറിച്ച് കൂടുതൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഒരുപക്ഷെ ഞാൻ ഏറ്റവും ലാക്ക് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഇപ്പോൾ ഇല്ലായിരുന്നു. ആക്ച്വലി ബിഗ് താങ്ക്സ് ടു ബ്രില്യൻറ്റ്. ഇപ്പം ഇതേപോലത്തെ ഓരോ ഇനിഷ്യേറ്റീവ്സ് കാരണം ഇനി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു അത്. ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റീസ്, ഇപ്പം നമ്മുടെ മലയാളി സീനിയേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് പലരും ഇവിടെ വരുന്നതിന് മുമ്പേ അറിയായിരിക്കും. ചിലർ നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ട് വരും. അപ്പം ഇവരുമായിട്ടൊരു ബോണ്ടിങ് നമുക്ക് ഇനിഷ്യലി പല നമുക്ക് ഇൻട്രാക്ഷൻസ് വരും. ആ ഇൻട്രാക്ഷൻസിലൂടെ നമുക്ക് പലരെയും പരിചയപ്പെടും. അതിനുശേഷം നമുക്ക് മല്ലു ട്രീറ്റ്സ് ഉണ്ടാകാറുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മലയാളി കമ്മ്യൂണിറ്റി തന്നെ 90% ബ്രില്യൻ്റ് തന്നെയാണുള്ളത്. നമുക്ക് ടൈപ്സ് എന്ന് പറയാം. ഇപ്പം ബ്രില്യൻ ടൈപ്പ്, ക്ലബ് ടൈപ്പ്, അങ്ങനെ പല. അപ്പം മല്ലൂസിന് ഇവിടെ സെപ്പറേറ്റ് മല്ലു പാർട്ടി തന്നെ ഉണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ. Hi, I'm Chaitanya Vinu and I'm a third year MBBS student at the Armed Forces Medical College. I was in class 8th at APS Bathinda. We used to have a career guidance club. Avade, I was told by the counselor that we should have 2 options in life, so that in the case if the first option fails, we should have a backup. So when I was asked about my plan A, I said MBBS at AFMC Pune, and then when I was asked about my plan B, I again said MBBS at AFMC Pune, because that was my only plan. And other റിയാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ബ്രില്യൻ ഫാമിലിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ ഐ യൂസ് ടു കോൾ പ്രദീപ് സർ. ഐ മീൻ ഐ ഹവ് ഈവൻ കോൾഡ് ഹിം ദ ഡേ ബിഫോർ ദി എക്സാം ആൻഡ് ഐ ക്രൈഡ് ലൈക്ക് സർ ഐ കാൻ ഡു ദിസ്. അപ്പോൾ ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസാണ് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തത്. പിന്നെ സ്പീക്കിംഗ് അബൌട്ട് ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു മീ ആഫ്റ്റർ കമ്മിങ് ടു AFMC,
it's like I have gained so much of confidence. Like I used to do public speaking in my school days, but innu ulla athra confidence ende nerthe illarunnu. And also the amount of knowledge and the ability you gain so that you can direct people to do something. അത് എനിക്ക് AFMCയിൽ വന്നതിന് ശേഷം മാത്രമാണ് കിട്ടിയത്, with the help of my seniors and the kind of exposure the faculty and all the departments here have given. And as we all know, MBBS is a stressful degree, and ഇതിൽ നമുക്ക് sustain ചെയ്യണമെങ്കിൽ you need something or the other to keep yourselves entertained. And അതിനു വേണ്ടി AFMC is providing so many clubs, be it dramatics, dance, musicmatics, research-നാണെങ്കിൽ we have scientific society. ഇതൊക്കെ കാരണം എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് മാത്രമല്ല, ഓൾസോ എൻ്റെ എക്സ്പോഷർ ആൻഡ് മൈ എബിലിറ്റി ടു ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ, മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് അബൌട്ട് തിങ്സ് ആൻഡ് ടു പ്രൂവ് മൈ പോയിന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പബ്ലിക്, അതെല്ലാം എൻ്റെ ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. I'm Celine Rafael, a final year MBBS student. I was part of AIMS residential batch 2021 and I was a student at Chavara Public School, Kottayam. I was in 6th standard when I wanted to join AFMC. And I realized that Brilliant is probably the best place to join in order for me to achieve that dream of getting into AFMC. So Brilliant ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾക്കൊരു ബുക്ക്ലെറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ജിപ്മർ, AFMC, എയിംസ്, ഡൽഹി അങ്ങനത്തെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ റെസിഡൻഷ്യൽ ബാച്ച് ആയിരുന്നു, ആദ്യത്തെ ദിവസം തന്നെ ആ AFMCയുടെ പേജ് തിയറി എടുത്തിട്ട് ഞാൻ എൻ്റെ മിററിന്റെ അപ്പുറത്ത് ഒട്ടിച്ചതാണ്. എല്ലാ ദിവസവും ഉറങ്ങണേക്കാട്ടും മുന്നേ 11th standard ഫസ്റ്റ് ഡേ തുടങ്ങി I used to look at AFMC's picture and go to sleep. So that was my goal since the first day of 11th standard. The reason for that goal was very simple. There is nowhere else in India where you can do your internship with a salary of more than 1 lakh per month. Nowhere else. The working conditions in other government hospitals are sad. They need more improvement in terms of the culture that exists, in terms of remuneration that is given. And so I would say there is nowhere else that you get such a good, decent standard of living and quality of life compared to AFMC. And so definitely join AFMC. MBBS at AFMC provides you with an unparalleled experience in terms of holistic development. എൻ്റെ പേര് അൽക്ക, ഞാൻ കോഴിക്കോട് നിന്നാണ്. ഞാൻ പ്ലാസിഡ് വിദ്യാവിഹാറിലെ റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു. ഞാൻ 11th എത്തിയപ്പോൾ എനിക്ക് AFMC വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ പഠിച്ചു, ഭാഗ്യത്തിന് കിട്ടി. AFMCയിലെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര എക്സ്പോഷർ കിട്ടും. കാരണം നമുക്കിവിടെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് കിട്ടുന്നത് സദേൺ കമാൻഡ് ഹോസ്പിറ്റലാണ്. കുറേ കേസസ് കിട്ടും ആൻഡ് ഭയങ്കര നല്ല എക്സ്പോഷറാണ്. സേഴ്സ് വരും, ക്ലാസ് എടുക്കും. ക്ലിനിക്സിലും വളരെ നന്നായിട്ട് നമുക്ക് വിത്ത് കേസസ് നമുക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അതിപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഡിസീസ് ആയാലും, ഈവൻ റാരസ്റ്റ് ഓഫ് ദ റാരസ്റ്റ് കേസസ് വരെ നമുക്കിവിടെ കിട്ടാറുണ്ട്. നമുക്കിപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ നല്ല ഫാക്കൽറ്റി ഉണ്ട്. എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ ക്ലിയർ ചെയ്യാനും എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യാനുള്ള നല്ല പ്രൊഫസേഴ്സും ഉണ്ട്. എൻ്റെ പേര് ദേവിക, ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ ബ്രില്യൻ്റിലെ റിപ്പീറ്റർ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ആക്ച്വലി AFMCയിൽ വരാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം മെയിൻലി നോർത്തിലേക്ക് കേരളം വിട്ടുപോകാൻ എനിക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമല്ല, അപ്പം ആദ്യം പറഞ്ഞ പോലെ ഗേൾസിന് അവിടെ എങ്ങനെയായിരിക്കും, എനിക്ക് കേരളത്തിൽ തന്നെ ഒതുങ്ങിക്കൂടണം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ എന്തോ ഇവിടെ വരണം എന്നായിരിക്കണം എൻ്റെ ഡെസ്റ്റിനി, അതായിരിക്കണം. ഞാൻ എങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് മനസ്സിലായത് ആക്ച്വലി എനിക്ക് കേരളത്തിനെക്കാട്ടും കൂടുതൽ സേഫായിട്ട് തോന്നുന്നത് രാത്രിയൊക്കെ പുറത്ത് പോകുമ്പം ഇവിടെ കൂടുതൽ സേഫായിട്ട് തോന്നി. നമ്മുടെ ക്യാമ്പസ് ആണെങ്കിലും പൂനെ ആണെങ്കിലും കൂടുതൽ സേഫായിട്ട് തോന്നി ഇവിടെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ലാംഗ്വേജ് ബാരിയർ എനിക്കും ഉണ്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹിന്ദി. പക്ഷെ ഇപ്പോൾ എനിക്ക് കൂടുതൽ എൻ്റെ കൂടെ ഇപ്പോൾ ക്ലിനിക്സിന് പോകാനാണെങ്കിലും ക്ലാസ്സിലിരിക്കാനാണെങ്കിലും കൂടുതൽ നോർത്ത് ഇന്ത്യൻസിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്, സംസാരിക്കുന്നത്. ഭയങ്കര അത്ര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അവരുടെ കൂടെ. അപ്പം അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ പുറത്ത് AFMCയിലേക്ക് വരികയാണെന്ന് നോക്കുകയാണെങ്കിൽ അതൊന്നൊരു കാര്യമില്ല. നീറ്റിൻ്റെ ടൈമിൽ ഭയങ്കര ടെൻഷൻ ആയിരുന്നു, ലൈക്ക് കോമ്പറ്റീറ്റീവ് ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പം കോമ്പറ്റീറ്റീവ് അല്ല, പഠിക്കണമെന്നുണ്ട്. പക്ഷേ കുറച്ചൊരു പീസ്ഫുൾ. ഇവിടുത്തെ മെയിൻ പ്ലസ് പോയിന്റ് അതാണ്. നമുക്ക് സ്റ്റഡീസിൻ്റെ കൂടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ നീറ്റിൻ്റെ ടൈമിൽ നിർത്തിവെച്ച് നമ്മുടെ ഒരുപാട് ഇഷ്ടങ്ങൾ നമുക്ക് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു ഭയങ്കര പ്ലസ് പോയിൻ്റാണ് ഇവിടുത്തെ. നമുക്കിപ്പോൾ വേറെ ഫെസ്റ്റിന് പോവുകയാണെങ്കിലും ഭയങ്കര ഒരു റിലീഫാണ് നമുക്ക് സ്റ്റഡീസിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന എല്ലാവരും ഒരുമിച്ച് പുറത്തു പോകാന്നൊക്കെ ഉള്ളത്. അതൊക്കെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നുന്നു. എൻ്റെ പേര് തീർത്ഥ, ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ ബ്രില്യൻ ടെസ്റ്റ് സീരീസ് യൂസ് ചെയ്ത് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞാൻ 10th കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഞാൻ ആക്ച്വലി AFMC വന്നെന്ന് വിചാരിച്ചിരുന്നതാണ്. ഞാൻ റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു 11th 12th പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് BTS യൂസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തത്. സോ ആദ്യം എല്ലാവർക്കും താങ്ക് യു ബ്രില്യൻറ്റിന്.
AFMC ആക്ച്വലി ഞാൻ ചൂസ് ചെയ്തൊരു മേജർ റീസൺ തന്നെ വാസ് ബിക്കോസ് ഐ ഓൾവേസ് വോണ്ടഡ് ടു ബി സംതിങ് ലൈക്ക് സമൺ മോർ ദാൻ ജസ്റ്റ് എ ഡോക്ടർ. ലൈക്ക് AFMCയുടെ ആ ഒരു ദി സൈഡ് ഓഫ് ദി ആം ഫോഴ്സസ് അതെന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തായിരുന്നു ഫ്രം എ വെരി യങ് ഏജ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുമായിരുന്നു ലൈക്ക് AFMC ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഹൗ ഇസ് കോളേജ് ഗോയിങ് അങ്ങനെ. അപ്പോൾ ഐ യൂസ് ടു സേ ദാറ്റ് ഇവിടെ ആക്ച്വലി കോളേജിൽ ദേ പ്രിപ്പയറിങ് അസ് ഫോർ ദി ആം ഫോഴ്സസ്. സോ വി ഓൾസോ യൂസ് ടു ഹാവ് മെൻറ്റേഴ്സ് ഇൻ ദ സീനിയർ ബാച്ചസ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സീനിയേഴ്സ് ആണെങ്കിലും സ്പോർട്സിലാണെങ്കിലും എക്സ്ട്രാ കരിക്കുലേഴ്സിലാണെങ്കിലും വി ഹാവ് ദി മെൻറ്റേഴ്സ് ഇൻ ദ സീനിയേഴ്സ് ഇറ്റ് സെൽഫ്. അപ്പോൾ അത് ഐ യൂസ് ടു സേ ലൈക്ക് ഐ എം വെരി ലക്കി ടു സ്റ്റഡി ഇൻ എ കോളേജ് ലൈക്ക് ദാറ്റ്. ഞാൻ ആദർശ്, ഞാൻ 22R10 കെ മാന്നനം ബാച്ചിലെ റെസിഡൻഷ്യൽ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോളേജിൽ കയറാൻ പറ്റിയതിന് ദൈവത്തിനോടും എൻ്റെ ക്ലാസ് ടീച്ചറായ റീനു മാമിനോടും ബ്രില്ലിൻ്റെ ഫാക്കൽറ്റികളോടും എൻ്റെ പേരൻസിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. സെക്കൻഡ്, വൈ AFMC? ബിക്കോസ് എൻ്റെ പപ്പ ഒരു എക്സ് സർവീസ് മാനാണ്. സോ എനിക്ക് കൊച്ചിലോട്ട് തന്നെ ആർമിയിലോട്ട് അല്ലെങ്കിൽ നേവിയോട് എനിക്കൊരു യൂണിഫോം ജോബ്സിനോട് എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബ്രില്ലിൻ്റ് കയറി കഴിഞ്ഞ് എൻ്റെ ഒരു യൂണിറ്റ് എക്സാമിന് ശേഷം ഞാൻ എൻ്റെ മാർക്ക് നോക്കിയപ്പം അത് ഓൾമോസ്റ്റ് 630 ആ റേഞ്ചിലായിരുന്നു. സോ ഞാൻ ഗൂഗിൾ ചെയ്തു കോളേജസ് അവൈലബിൾ ഫോർ 630 മാർക്സ്. അങ്ങനെ ടോപ്പ് കോളേജ് നോക്കിയപ്പോൾ അതിൽ ടോപ്പ് വന്ന ഒന്നാണ് AFMC. ആൻഡ് ഞാൻ കോളേജിനെ പറ്റി നന്നായി റിസർച്ച് ചെയ്തു ആൻഡ് ഐ ലൈക്ഡ് ഇറ്റ്. എൻ്റെ പേര് ജിതിൻ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ബ്രില്യൻറ്റിൽ റിപ്പീറ്റായിട്ട് പഠിച്ചതാണ്. ഞാൻ ഒരു 1 ഇയർ റിപ്പീറ്റ് എടുത്തതാണ്. വളരെയധികം സപ്പോർട്ട്സ് എനിക്ക് ബ്രില്യൻറ്റിൽ നിന്ന് ലഭിച്ചു AFMCയിൽ വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പല കുട്ടികൾക്കും ഉണ്ടാകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡൗട്ടാണ് ലൈക്ക് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ലൈക്ക് അന്യഭാഷ നമുക്ക് നമ്മുടെ നോർമൽ സ്ലാങ്ങിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് പോകുമോ എന്നുള്ള ഡൗട്ട്സ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതാണ്. സോ നിങ്ങൾക്കെന്താ AFMCയിലേക്ക് വന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് നേച്ചേഴ്സുള്ള സീനിയേഴ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സുമാണ് നമുക്കിവിടെ ഉള്ളത്. Hi everyone, I am Anjali Suresh from Palakkad. I was a repeater in Brilliant and now at AFMC. In the Brilliant kalam, like very tough time, but still it helped me a lot to be here. In the AFMC എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിച്ചത് Brilliant ആണ്. എനിക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് നീറ്റാണ് വേണ്ടത്, MBBS ആണ് വേണ്ടത്. പക്ഷെ അതിൻ്റെ ഒപ്പം എനിക്ക് AFMC പോകണമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മേരി ഗോൾഡിന്റെ ഹോസ്റ്റലിൽ ഇരുന്ന് ഞാനും കുറെ ചിന്തിച്ചാണ് ഞാൻ എത്തുമോ ഇല്ലേ. അങ്ങനെ ഞാൻ എത്തി. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫെയ്ത്ത് വെച്ച് പഠിക്കാം, നിങ്ങൾ ഒരേ കാര്യത്തിനെ പറ്റി ഫോക്കസ് ചെയ്ത് ചിന്തിക്കുക, പ്രവർത്തിക്കുക, നിങ്ങൾ എന്തായാലും അവിടെ എത്തും. കാരണം അങ്ങനെ ബാക്കിൽ നിന്ന് വന്ന് അങ്ങനെ പൊങ്ങി വന്ന് ഇവിടെ എത്തിയ ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും. നന്നായി പഠിക്കാം. വരുന്ന ബാച്ചിൽ നിങ്ങളെ കാണാൻ പറ്റട്ടെ. താങ്ക് യു. I'm Jeff Johnson from Alappuzha, Kerala. So now I'm in my second year in AFMC, and I feel like the biggest inspiration for AFMC would be the campus. The campus is just beautiful. B, the culture that we've made in our college, and C, the ability for us to feel unity with everyone in that campus. I don't think anywhere else in the country you will see a Malayali bonding with a Bengali or a Rajasthani or a Punjabi over the most trivial things. Over the course of our first year, we learn about our college and our campus. We learn to bond with our seniors. We learn to work with our seniors. We learn how to study for exams and then pass. Right? And all in all, we're not just in a college. We're learning about an entire sphere of life that we wouldn't have access to. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നോയൽ. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാൻ ബ്രില്യൻ ഫാമിലിയിൽ ഒരു 6 വർഷത്തെ അംഗമായിരുന്നു. ഫൗണ്ടേഷൻ കാലഘട്ടം മുതൽ റെസിഡൻഷ്യൽ ബാച്ച് വരെ 6 വർഷം ഞാൻ ബ്രില്യനിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം തന്നെ ബ്രില്യന്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള കോളേജുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും AFMC എന്ന് പറയുന്നത് എക്സ്ട്രാ കരിക്കുലർലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ വളരെ നല്ലൊരു കോളേജാണ്. മധുരമേറിയ ഒരുപാട് ഓർമ്മകൾ പങ്കുവെച്ച ഞങ്ങളുടെ മല്ലു ബറ്റാലിയൻ എല്ലാം കൂടി ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്ത നിമിഷം ബ്രില്യൻ ഫാമിലിക്ക് ഏറെ അഭിമാനം നൽകുന്ന ഒന്നാണ്. We
വിഭവസമൃദ്ധമായ ഒരു സ്നേഹവിരുന്നായിരുന്നു പിന്നീട്. AFMCയിലെ സീനിയർ ജൂനിയർ എന്ന വേർതിരിവില്ലാതെ ബ്രില്യന്റിയൻസ് എന്ന ഒറ്റപ്പേരിൽ അവർ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. ബ്രില്യന്റ് ഫാമിലി എന്ന പേരിന് കൂടുതൽ ഊഷ്മത ഉളവാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അവയെല്ലാം. അങ്ങോട്ട് ആഘോഷ തിമിർപ്പിന്റെ കാഴ്ചകൾ തന്നെയാണ് AFMCയിലെ മല്ലു ബറ്റാലിയൻ കാഴ്ചവെച്ചത്. ഇന്ത്യ മഹാരാജ്യത്തോടുള്ള രാജ്യസ്നേഹം എന്നത് ഓരോ പൗരന്റെയും ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ വികാരമാണ്. ഹിമാലയത്തിന്റെ മഞ്ഞുമൂടിയ കൊടുമുടികൾ മുതൽ കന്യാകുമാരിയുടെ കടൽ തീരം വരെ ഇന്ത്യയെ കാത്തു പരിപാലിക്കാൻ രാജ്യത്തിനും സൈനികർക്കുമൊപ്പം ജീവിക്കുന്ന നിരവധി ആർമി ഡോക്ടേഴ്സ് ഉണ്ട്. അവരിൽ ഒരുപാട് മലയാളികളുമുണ്ട്. വ്യത്യസ്തമായ ഭാഷകളും മതങ്ങളും സംസ്കാരങ്ങളും ഒത്തുചേർന്ന് ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിലെ ഓരോ ജനങ്ങളുടെയും സുരക്ഷയ്ക്കായി മുന്നും പിന്നും നോക്കാതെ തങ്ങളുടെ കർത്തവ്യം ചെയ്യുന്ന ഡോക്ടേഴ്സ്. അതെ, AFMC ഡോക്ടേഴ്സ് ധീരരാണ്. എല്ലാത്തരം വെല്ലുവിളികളെയും ധീരമായി നേരിടാൻ കഴിവുള്ള, യുദ്ധസമയത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴും ജനങ്ങളുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കുന്നവരാണവർ. ബ്രില്യന്റിന് എന്നും അഭിമാനിക്കാം. രാജ്യസേവനത്തിനായി കേരളത്തിൽ നിന്നും ആയിരക്കണക്കിന് സൈനിക ഡോക്ടർമാരെ സൃഷ്ടിക്കാൻ ബ്രില്യന്റ് ഫാമിലിക്ക് സാധിച്ചു എന്നതിലും ഇനിയും സാധിക്കുമെന്നതിലും രാജ്യത്തോടുള്ള ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ പ്രതിബദ്ധത കൂടിയാണത്. Brilliant Study Center, India's #1 coaching center for NEET and JEE.